ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. കേരള ക്രൈം ഫയൽ സീസൺ 2 കണ്ടു. ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നിരുന്നു. ഒരു ബിഞ്ച് വാച്ച് ആയിട്ട് എടുത്ത് കണ്ടു. ഫസ്റ്റ് സീസണിനെക്കാട്ടും ഇംപ്രൂവ്ഡ് ആയിട്ട് വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു ബിഞ്ച് വാച്ചിന് പറ്റിയ പെർഫെക്റ്റ് സീരീസ്. ആദ്യത്തെ സീസണും ഈ സീസണും ഒരാളാണ് ഡയറക്ട് ചെയ്തേക്കുന്നത്, അഹമ്മദ് കബീർ. ഈ സീസൺ റിട്ടേൺ ചെയ്തേക്കുന്നത് നമ്മുടെ കിഷ്കിന്ദ ഗാനത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള ബാഹുലി രമേശാണ്. 6 എപ്പിസോഡുകളാണ് ഉള്ളത്. എല്ലാ എപ്പിസോഡിനും ഒരു ആവറേജ് പറയുകയാണെങ്കിൽ 25 മിനിറ്റ് 27 മിനിറ്റ് ആണ് ഉള്ളത്. ലാസ്റ്റ് എപ്പിസോഡ് മാത്രമാണ് കുറച്ച് ലെങ്ത് ഉള്ളത്. പക്ഷെ നമുക്കിങ്ങനെ ഫാസ്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ രസത്തിൽ കണ്ടിരിക്കുന്ന രീതിയിലാണ് അതിന്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഇതില് ആദ്യത്തെ സീസണിലെ ലാല്, അജു വർഗീസ് തുടങ്ങിയ ആൾക്കാർ ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റർലി പുതിയ ഒരു കേസാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. കേസിനെ കുറിച്ച് പറയാനാണെങ്കിൽ സ്പോയിലർ ഇല്ലാണ്ട് പറയുകയാണെങ്കിൽ, ഇന്ദ്രൻസ് അവതരിപ്പിച്ച പോലീസ് കഥാപാത്രം ഒരു പ്രത്യേക സാഹചര്യത്തിൽ മിസ്സിംഗ് ആവുന്നു. ആ മിസ്സിംഗ് ആവുന്നത് അന്വേഷിച്ചു വരുന്ന പുതുതായിട്ട് ഡ്യൂട്ടി കിട്ടിയ ഒരു പുതിയ പോലീസുകാരൻ ആയിട്ടാവുന്ന അർജുൻ രാധാകൃഷ്ണൻ അവതരിപ്പിക്കുന്ന പോലീസുകാരനും ലാലും ചേർന്നിട്ട് ഈ മിസ്സിംഗ് ആയിട്ടുള്ള ഇന്ദ്രൻസിന്റെ പോലീസ് കഥാപാത്രത്തിനെ അന്വേഷിക്കുന്നതാണ് ഇതിന്റെ ഒരു ചുരുക്കം. അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ ഈ ചുരുളഴിയുന്ന പോലെ, അതായത് ഈ റൈറ്ററിന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. കേസ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. ആ പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്നതാണ് ഇതിന്റെ ഒരു ബ്രില്യൻസ്, നമ്മുടെ ഇന്റലിജൻസ്. അതായത് നമ്മൾ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്റലിജൻസ്, എന്നാൽ അതിലൊരു സ്മാർട്ട്നെസ്, ക്രിയേറ്റിവിറ്റി. അത് നമുക്ക് ഇതിലിങ്ങനെ ഭയങ്കര എന്താ പറയാ തെളിവുകൾ അനലൈസ് ചെയ്ത് അങ്ങനെയല്ല. പക്ഷെ അവരിങ്ങനെ ആ കഥ കേസ് ഇങ്ങനെ അന്വേഷിക്കുന്ന രീതി, അതിലേക്ക് എത്തിച്ചേരുന്ന രീതി, അവര് ഓരോരോ പുതിയ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്ന, പുതിയ ക്യാരക്ടേഴ്സ് വരുന്ന, പിന്നെ കുറെ ചില കാര്യങ്ങൾ നോൺ ലീനിയർ രീതിയിലൊക്കെയാണ് ഇത് പ്രസന്റ് ചെയ്തേക്കുന്നത്. അതും വളരെയധികം നമുക്ക് കണക്റ്റഡ് ആവും. പിന്നെ ഇമോഷണൽ ബോണ്ട്, അത് ഇതില് ഈ റൈറ്ററിന്റെ പ്രത്യേകതയാണ്. ഡയറക്ടറും റൈറ്ററും കൂടി ചേർന്നിട്ട് ഇതിലത്തെ കഥാപാത്രങ്ങൾ, കുറെ കഥാപാത്രങ്ങളുണ്ട് ഇതില്. ഡയറക്ടറിൽ ജിയോ ബേബി കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അജു വർഗീസ് കഥാപാത്രം ഇമ്പോർട്ടന്റ് ആണ്. ഈ പുതിയതായിട്ട് വന്ന അർജുൻ രാധാകൃഷ്ണനാണ് മെയിൻ ആളായിട്ട് അവതരിപ്പിക്കുന്നത്. ഇതിൽ പിന്നെ ഒരു ക്രൈം ചെയ്യുന്ന ആൾക്കാരും ഇതിൽ ഓരോ എപ്പിസോഡുകളിൽ മാത്രം വന്നു പോകുന്ന, നമുക്ക് അറിയണതും അറിയാത്തതുമായിട്ടുള്ള കഥാപാത്രങ്ങൾ ആയിട്ട് വരുന്ന അഭിനയിക്കുന്ന ആളുകളാണെങ്കിലും ശരി, അവർക്ക് നമുക്കത് വളരെ നമ്മൾ ലൈവായിട്ട് അവരെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലത്തെ ലൈവ് ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മുടെ മുമ്പിലാണ് അവർ വന്നേക്കുന്നത്. അതിന് ഈ മേക്കേഴ്സിനെയും റൈറ്ററിനെയും ആണ് ഫുൾ ക്രെഡിറ്റ് കൊടുക്കുന്നത്. പിന്നെ അതിന് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഹെഷാം അബ്ദുൾ വഹാബാണ്. ആളും അത് ചില സിറ്റുവേഷനുകളിൽ നമുക്കിങ്ങനെ ഫീൽ ആവുന്ന രീതിയിലും എന്നാൽ ഓവർ ആക്കാതെയും, ക്ലൈമാക്സ് രംഗങ്ങളിലൊക്കെ നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് നല്ല ഇമോഷണൽ ബോണ്ടും ഒരു ചെറിയൊരു തരിപ്പും കിട്ടുന്ന രീതിയിലുള്ള മ്യൂസിക്കും വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തില് ഇത് കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ ഒറ്റടിക്ക്, ഞാൻ അങ്ങനെ എല്ലാ സീരീസും അങ്ങനെ ഒറ്റരിപ്പിന് തീർക്കാറില്ല. ഇത് ആ രീതിയിലാണ്. അതായത് ഓരോ എപ്പിസോഡ് തീരുമ്പോഴും നമുക്ക് ഇനി എന്താണ് ഉണ്ടാവുക എന്നുള്ള ഒരു ചെറിയൊരു ആകാംക്ഷ നിൽക്കും. ആ ചെറിയൊരു ആകാംക്ഷക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലാണ് അടുത്ത എപ്പിസോഡ് വരിക. അത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ അങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇത് തീരും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു ബ്രില്യന്റ് സീരീസ് എടുക്കാം എന്നതിനുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് കേരള ക്രൈം ഫയൽ സീസൺ 2. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇത് അവൈലബിൾ ആണ്. എടുത്ത് കാണുക. നിങ്ങൾക്കത് വർത്തി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഏറെക്കുറെ ഉറപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്. അപ്പോൾ കണ്ടു നോക്കുക. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനിത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. എല്ലാവരും കാണുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.